മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണിത്. അതായത് നമ്മുടെ നോർസെറ്റ് 9 എക്സാം വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു എയിംസിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസർ ആകാം വിത്തിൻ 2 or 3 months. അതായത് നമ്മുടെ സെപ്റ്റംബർ 14 ഈ എയിംസ് നോർസെറ്റ് 9 പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെപ്റ്റംബർ 27 അതിൻ്റെ മെയിൻസ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിലിംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻസ് എക്സാം സെപ്റ്റംബർ 27 നടക്കും. ഈ 2025 തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എയിംസിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി നേടാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നലെയോ ഇന്നോ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോർസെറ്റ് 9 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, സ്റ്റാർട്ട് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്ന് മുതൽ ഒരു MCQ സീരീസ് തുടങ്ങുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയമാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അതായത് ഒരു 60 ദിവസം. ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾ ഈ 4 വർഷം നഴ്സിങ്ങിന് എന്തൊക്കെ പഠിച്ചോ അതിൻ്റെ എല്ലാ തിയറി ടോപ്പിക്സും ഒപ്പം അതിൽ നിന്ന് ചോദിക്കുന്ന MCQ ക്വസ്റ്റ്യൻസുമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒപ്പം തിയറി മാത്രം പഠിച്ചാൽ പോരാ, പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പല MCQ സീരീസുകളും അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എത്ര തന്നെ നിങ്ങൾക്ക് തറവായിട്ട് തിയറി നോളജ് ഉണ്ടെങ്കിലും എയിംസിൻ്റെ എക്സാം അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അവിടെ ഓപ്ഷൻസ് കൺഫ്യൂസ് ആകാതെ കറക്റ്റ് ഓപ്ഷനിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസ്, അതായത് ആർക്കൊക്കെയാണ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് എക്സാം ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങളോട് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ആ ക്ലാസ് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊരു MCQ സീരീസ് ആണ്. പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് തിയറി ടോപ്പിക്സ് വായിക്കാം. ഒപ്പം നിങ്ങൾ MCQs മാക്സിമം അല്ലെങ്കിൽ മിനിമം നിങ്ങളവിടെ 100 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നഴ്സിംഗിലുള്ള ഏതെങ്കിലും സബ്ജക്ട്സിലുള്ള 100 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങളവിടെ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, അതിൻ്റെ ഓപ്ഷൻസ് വായിക്കുന്നു, നിങ്ങളത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ആ ആൻസർ എത്തിച്ചേർന്നത്, എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റായി എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് വായിക്കും, അതിൻ്റെ ആൻസർ പറഞ്ഞു തരും. ഒപ്പം നിങ്ങളും ആൻസറുകൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആൻസർ എന്തായാലും അത് ഈ ഒരു വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഉത്തരങ്ങളിൽ ആ ആൻസറുകളിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസോ കമൻറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒപ്പം നമ്മൾ ഈ ഒരു ആ ടോപ്പിക്ക് എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ ചോദിച്ചത്, ആ ടോപ്പിക്ക് എന്തായിരുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഈ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ, അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയാലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആയാലും നഴ്സിംഗ് ഓഫീസറിൻ്റെ എക്സാമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ്, ഒബ്സ്റ്റട്രിക്സ് നഴ്സിംഗ്, ഇതിൽ നിന്നൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതിലുള്ള കൂടുതലും ടോപ്പിക്സ് നമുക്ക് അവിടെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും, പെട്ടെന്ന് തന്നെ പോർഷൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ് എക്സെപ്റ്റ്. അപ്പോൾ ഇത് ഈ ഒരു ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റ്, ഫ്ലൂയിഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എക്സസ്, അതായത് ഫ്ലൂയിഡിൻ്റെ ലെവലുമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ ലെവലുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അനാട്ടമി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് പോർഷനിൽ വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ കടന്നു പോകേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റും അതിൻ്റെ പ്രൊപ്പോർഷനും, ഏതൊക്കെ ഫ്ലൂയിഡാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ഏതൊക്കെ ഫ്ലൂയിഡ്സാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, അത് വണ്ണം കൂടിയ ആൾക്കാരിൽ എത്ര കൂടുന്നു അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആൾക്കാരിൽ എത്ര കുറയുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കി വയ്ക്കുക. അതെല്ലാം വളരെ സിമ്പിളായിട്ട് കോമൺ ആയിട്ട് എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.
ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പം നോർമലി നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും. എന്താണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്? നമ്മുടെ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്നാൽ ശരീരത്തിന് പുറമെ, സെല്ലുകൾക്ക് പുറമെ ഏത് ഭാഗത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയും എന്തു പറയുന്നു? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ECF എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലാത്തത് ഏതെന്നാണ്. അതായത് താഴെ പറയുന്നതിൽ എല്ലാം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്, ഒന്നൊഴികെ. ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ബ്ലഡ്, പ്ലാസ്മ, ലിംഫ്. ഓപ്ഷൻ ബി സൈനോവിയൽ ഫ്ലൂയിഡ്, പെരികാർഡിയൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്. ഓപ്ഷൻ സി ഫ്ലൂയിഡ് വിത്തിൻ ദ സെൽസ്. ഓപ്ഷൻ ഡി CSF ആൻഡ് ഫ്ലൂയിഡ് ഇൻ ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ്. ബ്ലഡും പ്ലാസ്മയും ലിംഫും എന്ന് പറയുന്നത് നമ്മുടെ വെസലുകളിലൂടെ, അതായത് ബ്ലഡിനകത്തുള്ള പാർട്ട് തന്നെയാണ് പ്ലാസ്മ. അതുപോലെ ലിംഫാറ്റിക് വെസൽസിനുള്ളിൽ ഒഴുകുന്ന ഫ്ലൂയിഡാണ് ലിംഫ്. സോ ഇറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. നെക്സ്റ്റ്, സൈനോവിയൽ ഫ്ലൂയിഡും പെരികാർഡിയൽ ഫ്ലൂയിഡും പ്ലൂറൽ ഫ്ലൂയിഡും എവിടെയാണ് കാണപ്പെടുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് സൈനോവിയൽ ക്യാവിറ്റീസ്, ദാറ്റ് മീൻസ് ദ ക്യാവിറ്റി പ്രസന്റ് ഇൻ ദ ജോയിന്റ്, അല്ലെ, രണ്ട് ബോണുകൾ ചേരുന്ന ജോയിന്റുകൾ സൈനോവിയൽ ജോയിന്റ് ആണെങ്കിൽ അവിടെ സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്. അതിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട്. അതിനെ എന്ത് പറയുന്നു? പെരികാർഡിയം. അപ്പോൾ ഈ പെരികാർഡിയത്തിൽ ഈ രണ്ട് ലെയറുകൾക്ക് ഇടയിലായിട്ട് ചെറിയൊരു എമൗണ്ട് ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അതിനെ എന്ത് പറയുന്നു? പെരികാർഡിയൽ ഫ്ലൂയിഡ്. എന്നാൽ ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് രണ്ട് ഡബിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട്. അതിനെ പ്ലൂറ എന്നാണ് പറയുന്നത്. അവിടെ പരേറ്റൽ പ്ലൂറയും വിസറൽ പ്ലൂറയും എന്ന് പറയുന്ന രണ്ട് ലെയർ ഉണ്ട്. ഇതിനിടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ എന്ത് പറയുന്നു? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഇത് സെല്ലുകൾക്കുള്ളിലാണോ? അല്ല. സോ ഇതും എന്ത് തന്നെയാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ഫ്ലൂയിഡ് വിതിൻ ദ സെൽസ്. കറക്റ്റ്. ഏതാണ്? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് ICF എന്ന് വിചാരിച്ച് നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ആൻസർ എഴുതാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ കൂടി നമുക്ക് നോക്കണം. നെക്സ്റ്റ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ്. എന്താണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ്? ഇവിടെ സെല്ലുകൾ അടുത്തടുത്തായിട്ട് കാണുന്നു. ഈ സെല്ലുകൾക്ക് ഇടയിലുള്ള ഈ സ്പേസിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ് എന്ന് പറയാം. ഇവിടെയുള്ള ഫ്ലൂയിഡിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി CSF എന്താണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വിച്ച് സറൗണ്ട് ഓർ സർക്കുലേറ്റ് അറൗണ്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനും ബ്രെയിനിനും ചുറ്റി ഒഴുകുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇവയെല്ലാം തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്, എക്സെപ്റ്റ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് വിത്തിൻ ദ സെൽ. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഇവിടെ ഒന്ന് രണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം, നോട്ട് ചെയ്തുള്ള. എ ഹെൽത്തി അഡൽട്ട് പേഴ്സൺ കണ്ടെയ്ൻസ് 60% fluid and older adult person contain 55% fluid. Infant contain 80% fluid. Water or fluid of total body weight. Suppose if you have a body weight of 70 kg, നിങ്ങളുടെ ബോഡി വെയിറ്റ് 70 കിലോഗ്രാം ആണെങ്കിൽ, അത് നിങ്ങളൊരു അഡൽട്ട് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റിൻ്റെ 60% എന്ത് തന്നെയായിരിക്കും? ഫ്ലൂയിഡ് ആയിരിക്കും. അത് ഇൻട്രാ സെല്ലുലർ എക്സ്ട്രാ സെല്ലുലർ എന്നല്ല, ഓൾ ടുഗദർ 60% വെയിറ്റും ഫ്ലൂയിഡിൻ്റെ വെയിറ്റാണ്. എന്നാൽ നിങ്ങൾ 70 കിലോ ഉള്ള ഒരാളാണ്, നിങ്ങളൊരു ഓൾഡർ ആയിട്ടുള്ള ഏജ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ 55% ഫ്ലൂയിഡായിരിക്കും. എന്നാൽ നിങ്ങളൊരു കുഞ്ഞുകുട്ടി ഇൻഫൻ്റ് ആണെങ്കിൽ അവിടെ 10 കിലോ, 10 ഒരു 8 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വെക്കുക. 8 കിലോ വെയിറ്റ് ആണെങ്കിൽ അതിൽ 80% എന്ത് തന്നെയായിരിക്കും? അവിടെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റാണ്. ബാക്കി 20% മാത്രമാണ് ബോഡിയുടെ ബോണും മറ്റു ഭാഗങ്ങളും ചേർന്ന് വരുന്നത്. ബാക്കി 80% ബോഡി വെയിറ്റും ഫ്ലൂയിഡ് കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇത് നോട്ട് ചെയ്തുള്ള. പല പ്രാവശ്യം വൺവേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഓൾഡ് ഏജിനാണോ വെള്ളം കൂടുതൽ, ഇൻഫൻറ്റിനാണോ വെള്ളം കൂടുതൽ, അതോ പ്രായം ചെന്നവർക്കാണോ വെള്ളം കൂടുതൽ, അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണോ വെള്ളം കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എമംഗ് ദീസ് ഫ്ലൂയിഡ് 2/3
പ്രസൻറ്റ് ഇൻറ്റു ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു 10 ലിറ്റർ വെള്ളം ഉണ്ട്, അത് 10 അതിൽ കൂടുതലുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, 10 ലിറ്റർ ഉണ്ടെങ്കിൽ ടോട്ടലി എത്ര ഫ്ലൂയിഡാണോ ഉള്ളത് അതിൽ 2/3 ഭാഗം, അതായത് 66% ഫ്ലൂയിഡും എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്. ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ സെൽ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പലതരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ്. എല്ലാ സെല്ലുകൾക്കുള്ളിലും എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ സെല്ലുകൾക്കുള്ളിലുള്ള ഫ്ലൂയിഡ് മാത്രം ചേർക്കുമ്പോൾ തന്നെ ടോട്ടൽ ബോഡി ഫ്ലൂയിഡിൻ്റെ 2/3 ഭാഗം ആകുന്നു. എന്നാൽ ബാക്കി 1/3 ഭാഗം മാത്രമാണ് എവിടെ വരുന്നത്? സെല്ലുകൾക്ക് പുറമെ, അതായത് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എവിടെ എത്ര ശതമാനമാണ് കാണപ്പെടുന്നത്? 33%. അതായത് ടോട്ടലി ഉള്ള ഫ്ലൂയിഡിൻ്റെ 33% അല്ലെങ്കിൽ 1/3 മാത്രമാണ് കാണുന്നത്. ഇനി എക്സ്ട്രാ സെല്ലുലാർ, നമ്മൾ പറഞ്ഞ ആ ഒരു 1/3 ഭാഗം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അതിൽ 80%, അതിൻ്റെ 80% ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ സെല്ലുകൾക്കിടയിലുള്ള സ്പേസിലാണ് കാണപ്പെടുന്നത്. ഇനി 20% ഫ്ലൂയിഡ്, അതായത് ടോട്ടലി ഉള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ 80% ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലും ബാക്കി 20% എവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നു? ബ്ലഡ്, ലിംഫ്, പിന്നെ കുറച്ച് എമൗണ്ട് CSF, സൈനോവിയൽ ഫ്ലൂയിഡ്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, ഇങ്ങനെയുള്ള ക്യാവിറ്റീസിലുള്ള ഫ്ലൂയിഡുകളും ബ്ലഡായിട്ടും ലിംഫായിട്ടും CSF ആയിട്ടും ടോട്ടലി കാണപ്പെടുന്നത് 20% മാത്രമാണ്. ടോട്ടലി ഉള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ 20% മാത്രമാണ്. ബാക്കി 80% എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്, സെല്ലുകൾക്കിടയിലുള്ള ഫ്ലൂയിഡായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. ഇതിൽ ഏത് വേണമെങ്കിലും ഏത് എക്സാമിനും ചോദിക്കാവുന്നത് ആണ്. സിമ്പിളാണ്, പക്ഷേ കുട്ടികൾ തെറ്റിച്ചു വരുന്നൊരു പോയിന്റും കൂടെയാണ്. ഇവിടെ നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ടോട്ടലി ഉള്ളതിൻ്റെ, അതായത് ഒരു 66%, 33% എന്നുള്ളത് തന്നെയാണ് ഇവിടെ 70-30 കൊടുത്തിരിക്കുന്നത്. ഇവിടെ 66, ഞാനിപ്പോൾ പറഞ്ഞു തന്നതനുസരിച്ച് 66 തന്നെ നോക്കുക. ടോട്ടലി നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ ബോഡി ഫ്ലൂയിഡ് സപ്പോസ് 40 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ 66% ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അതായത് 2/3 ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും 1/3 അല്ലെങ്കിൽ 33% എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുമാണ് കാണപ്പെടുന്നത്. അതിൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ 80% ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡും, അതായത് സെല്ലുകൾക്ക് ഇടയിലുള്ള ഫ്ലൂയിഡ്, സെല്ലുകൾക്കുള്ളിലല്ല സെല്ലുകൾക്ക് ഇടയിലുള്ള ഫ്ലൂയിഡും. അടുത്ത ബാക്കി 20% എന്ന് പറയുന്നത് ഇൻട്രാവാസ്കുലാർ, ട്രാൻസ്സെല്ലുലാർ, അതായത് ബ്ലഡ് വെസൽസ്. വാസ്കുലാർ മീൻസ് ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ്. പിന്നെ ട്രാൻസ്സെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ലിംഫാറ്റിക് ടിഷ്യൂസ്, സൈനോവിയൽ ജോയിൻറ്റ്, ക്യാവിറ്റീസ്, പ്ലൂറൽ ഫ്ലൂയിഡ്, ഈ അതുപോലെ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, സൈനോവിയൽ ജോയിൻറ്റ്, ഇവിടെ എല്ലാമായിട്ടാണ് ഈ ബാക്കി 20% കാണുന്നത്. ഒന്നുകൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് എൻ അഡൾട്ട് മാൻ ഹാവിങ് 40 liters ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്, 40 ലിറ്റർ വെള്ളം ഇൻട്രാ സെല്ലുലറും എക്സ്ട്രാ സെല്ലുലറും ടോട്ടലി ഉണ്ടെങ്കിൽ അതിൽ മിനിമം 25% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 25 ലിറ്റർ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാറാണ്, സെല്ലുകൾക്കുള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ബാക്കി 15 ലിറ്റർ മാത്രമാണ് സെല്ലുകൾക്ക് പുറമെയായി കാണുക. അതിൽ 3 ലിറ്റർ ബ്ലഡിനകത്തും ബാക്കി 12 ലിറ്റർ നമ്മുടെ ഇൻഡസ്ട്രീഷ്യലും ട്രാൻസ്സെല്ലുലാറായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ സെല്ലുകൾക്ക് ഇടയിലായിട്ടും ക്യാവിറ്റികളിലുമായിട്ടാണ് ബാക്കി 12 ലിറ്റർ കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊരു ഏകദേശ കണക്കാണ്. എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഒരു പോയിന്റ് ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം 4 ഓപ്ഷൻസ് തന്നിരിക്കും. മാൻ വിത്ത് ഹെവി വെയ്റ്റ്, മാൻ ഒബീസ്, അല്ലെങ്കിൽ മാൻ ലീന്, അല്ലെങ്കിൽ ചൈൽഡ്, ഓൾഡർ, അങ്ങനെ പല രീതിയിൽ 4 ആൾക്കാരുടെ ഫീച്ചേഴ്സ് അവിടെ പറഞ്ഞിരിക്കും. ഏജും ബോഡി സൈസും വെച്ചിട്ടായിരിക്കും പറയുക. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര മാത്രം ഓർക്കുക: പ്രായം കൂടുന്തോറും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, അതായത് വെള്ളത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു. ഇൻഫൻ്റ് ആയിരുന്നപ്പോൾ 80% ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് അഡൾട്ട് ആയപ്പോൾ 60% മാറി, ഓൾഡർ ആയപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 55% മാറി. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു. മനസ്സിലായല്ലോ? ഇനി
വണ്ണം കൂടുന്നതനുസരിച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവും ലീനായിട്ടുള്ള ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലും. വെള്ളത്തിൻ്റെ അളവ് മീൻസ് പേഴ്സൻറ്റേജ് അവിടെ കൂടുതലുമാണ്. തിരിച്ച് ചിന്തിക്കേണ്ട. പൊതുവെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, വണ്ണമുള്ള അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരം നിറയെ വെള്ളമാണ്, അവരുടെ ശരീരത്തിൽ ഒരുപാട് വെള്ളമുണ്ടെന്ന്. അങ്ങനെയല്ല. വണ്ണം കുറഞ്ഞ തിന്നായിട്ടുള്ള ലീനായിട്ടുള്ള ആൾക്കാരുടെ ശരീരത്തിലാണ് പേഴ്സൻറ്റേജ് ഓഫ് ഫ്ലൂയിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരത്തിൽ പേഴ്സൻറ്റേജ് ഓഫ് ഫ്ലൂയിഡ് വളരെ കുറവാണ്. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് ഫ്ലൂയിഡ് കുറയുന്നു, വണ്ണം കൂടുന്നതിനനുസരിച്ചും ഫ്ലൂയിഡ് കുറയുന്നു. ഇത് നോട്ട് ചെയ്യുക. ചിലപ്പോൾ എക്സാമിന് ഓപ്ഷൻസ് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ആരുടെ ശരീരത്തിലായിരിക്കും അല്ല ഹയസ്റ്റ് എമൗണ്ട് ഫ്ലൂയിഡ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലീസ്റ്റ് എമൗണ്ട് ഫ്ലൂയിഡ് കാണപ്പെടുന്നതെന്ന് ചോദിക്കാം. കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി അപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ രജിസ്റ്റേർഡ് നഴ്സ്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. എയിംസിൻ്റെ നോർസെറ്റ് എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ DME DHS എക്സാം എഴുതുന്നത് പോലെയല്ല. DME DHS എക്സാം എപ്പോഴും ഒരു പരിധി വരെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കാറ്. അതായത് സിമ്പിളായിട്ട് വാട്ട് ഈസ് ദ നോർമൽ വാല്യൂ ഓഫ് HB, വാട്ട് ഈസ് ദ നോർമൽ വേരിയേഷൻ ഓഫ് ഹൈപ്പോകലീമിയ, അല്ലെ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻസ് ECG എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ്ലിയാണ് ചോദിക്കുന്നത്. എന്നാൽ എയിംസിൻ്റെ എക്സാം അങ്ങനെയല്ല. ദർ വിൽ ബി എ സ്റ്റോറി. അവിടെ ഒരു സിറ്റുവേഷൻ കൊടുത്ത് അതിലൊരു കഥയുണ്ടാക്കി അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ക്വസ്റ്റ്യൻ വായിച്ച് വിതിൻ എ ഷോർട്ട് ടൈം 20 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കുറഞ്ഞ സമയം 18 മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യണം. ഈ 18 മിനിറ്റ് കൊണ്ട് മാത്രമായിട്ട് നമുക്ക്, അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും തികച്ച് കിട്ടത്തില്ല. അത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് കറക്റ്റായിട്ട് പോയിന്റ് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വായിക്കുന്ന സമയം മനസ്സിരുത്തി വേർഡ് ബൈ വേർഡായിട്ട് തന്നെ വായിക്കുക. എ രജിസ്റ്റേർഡ് നഴ്സ് കെപ്റ്റ് the resuscitation equipment available at the bedside of her assigned patient who is receiving tissue plasminogen activator. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഇറ്റ് ഈസ് എ thrombolytic drug. എന്താണ് thrombolytics means? Thrombolytics means these are the drugs which used to destruct or break down blood clot. ശരീരത്തിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ക്ലോട്ട് അല്ലെങ്കിൽ ത്രോംബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ലൈസിസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ത്രോംബോലൈറ്റിക്സ് ഏജൻറ്റിൽ ഒന്നാണ് പ്ലാസ്മിനോജൻ, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് ഇത്ര മാത്രം പകുതി സെൻറ്റൻസ് വായിച്ചിട്ടുള്ളൂ. ഇതിൽ നമുക്കെന്ത് മനസ്സിലായി? ഒരു പേഷ്യൻറ്റിന് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ കൊടുക്കുന്നുണ്ട്. ആ പേഷ്യൻ്റെ ബെഡ് സൈഡിൽ ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സ് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റോ അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്നെസ്സോ എന്തെങ്കിലും വന്നാൽ പേഷ്യൻറ്റിനെ സേവ് ചെയ്യേണ്ട റെസിസ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് ഇപ്പോൾ ഓക്കെ ആണ്, എന്നാലും അവിടെ റെഡിയാക്കി വെച്ചു. എന്തുകൊണ്ടാണ്? ബിക്കോസ് റീപെർഫ്യൂഷൻ ഓഫ് ദ കാർഡിയാക് ടിഷ്യൂ. അതായത് സപ്പോസ് ഈ ഒരു ക്ലോട്ട് ത്രോംബസ് ഹാർട്ടിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്തിരുന്ന ഒരു ആർട്ടറിയിലാണ് ഉണ്ടായിരുന്നത്. ഹാർട്ടിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയിലൂടെ ബ്ലഡ് നോർമലി പോകുന്നില്ലായിരുന്നു. എന്നാൽ ത്രോംബോലൈറ്റിക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ത്രോംബസ് അലിഞ്ഞു മാറി, അതവിടെ മാറി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ സഡൻ ഫ്ലോ ഓഫ് ബ്ലഡ് എങ്ങോട്ടുണ്ടാകും? ഹാർട്ടിൻ്റെ ടിഷ്യൂസിലോട്ട് അല്ലെങ്കിൽ കാർഡിയാക് ടിഷ്യൂസിലോട്ട് ഉണ്ടാകും. അങ്ങനെ സഡൻ കാർഡിയാക് റീപെർഫ്യൂഷൻ, അതായത് കാർഡിയാക് ടിഷ്യൂസിലോട്ട് പെട്ടെന്നുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം? അവിടെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഫാസ്റ്റ് ബ്ലഡ് സപ്ലൈ അവിടെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. ആ കോംപ്ലിക്കേഷൻസ് കാരണം പേഷ്യൻസിന് ചിലപ്പോൾ അറസ്റ്റ് സംഭവിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റി സംഭവിക്കാം. അതിൽ നിന്നും പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ റെസിസ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് റെഡിയാക്കി വെച്ചത്. ഇനി ഏത് കോംപ്ലിക്കേഷൻ വന്നാൽ പ്രിവെൻറ്റ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിൽ നിന്ന് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റേഷൻ എക്യുപ്മെൻ്റ് അവിടെ തയ്യാറാക്കിയത്. ഓപ്ഷൻസ്: എ ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നു. ഓപ്ഷൻ ബി സീഷർ. ഓപ്ഷൻ സി ഹൈപ്പോതെർമിയ. ഓപ്ഷൻ ഡി കാർഡിയാക് അരിത്മിയാസ്. ഈസി ക്വസ്റ്റ്യൻ. റെസിസ്റ്റേഷൻ എക്യുപ്മെൻറ്റ് എന്തിനായിരിക്കും റെഡിയാക്കി വെച്ചത്? ഇറ്റ് ഈസ് ടു സേവ് ദ പേഷ്യൻറ്റ് ഫ്രം കാർഡിയാക്
അരിത്മിയാസ് അല്ലെങ്കിൽ കാർഡിയാക് ഡിസരിത്മിയാസ്. കാരണം ഒരു ഭാഗത്തോട്ട് വെള്ളം നനയുന്നേ ഇല്ലായിരുന്നില്ല. കാരണം അവിടെ മണ്ണിങ്ങനെ എന്താ വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ അവിടെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ വളരെ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് വാനിഷ് ആവും, അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒഴുകി പോകും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാർട്ടിൽ വളരെ കുറച്ച് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ആ ഒരു ഭാഗത്തോട്ട് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അവിടെ ഒരു ത്രോംബസ് ഉണ്ടായിരുന്നു. എന്നാൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ കൊടുത്തപ്പോൾ ഈ ത്രോംബസ് അലിഞ്ഞു പോയി, അതുവഴി പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ബ്ലഡ് അവിടെ ഒഴുകി. ആ ഒരു സഡൻ ഫ്ലോ ഓഫ് ബ്ലഡ് എന്തിന് കാരണമാക്കുന്നു, അവിടെ ഹാർട്ട് മസിൽസ് ഫാസ്റ്റായിട്ട് ഇരിക്കാനും ഫാസ്റ്റായിട്ട് അവിടെ കംപ്രഷൻ റിലാക്സേഷൻ നടക്കാനും അവിടെ എന്ത് സംഭവിക്കുന്നു, കാർഡിയാക് അരിത്മിയാസ് ഡെവലപ്പ് ചെയ്തേക്കാം. ആ ഒരു റിസ്കിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് അവിടെ കൊണ്ടുവച്ചത്. ഇവിടെ നോക്കൂ, കാർഡിയാക് അരിത്മിയാസ് ആർ കോമൺലി ഒബ്സർവ്ഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. Cardiac arrhythmias are associated with the reperfusion of cardiac tissue. ഇനി മറ്റ് ഓപ്ഷൻസ് ആണ് അടുത്ത് പറയുന്നത്. ഹൈപ്പോടെൻഷൻ ഉണ്ടാകാറുണ്ടോ? ഹൈപ്പോടെൻഷൻ കോമൺലി ഒബ്സർവ്ഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് TPA, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പോടെൻഷനാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. സോ അതുകൊണ്ടാണ് തെറ്റായത്. നെക്സ്റ്റ് ഓപ്ഷൻ ബിയും സിയും, സീഷേഴ്സും ഹൈപ്പോതെർമിയയും ഇത് രണ്ടും റീപെർഫ്യൂഷൻ ഓഫ് കാർഡിയാക് ടിഷ്യൂമായിട്ട് അസോസിയേറ്റഡ് അല്ല. കാർഡിയാക് ടിഷ്യൂസ് റീപെർഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടാകുന്നുണ്ട്, ഒരിക്കലും അവിടെ സീഷറോ ഹൈപ്പോതെർമിയയോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവിടെ ടെമ്പറേച്ചർ നോർമലിലോട്ട് തിരിച്ചെത്താനാണ് സാധ്യത കൂടുതലുള്ളത്. സോ അത് മനസ്സിലായി. നെക്സ്റ്റ് ഇവിടെ ഞാനത് കുറച്ച് ഡീറ്റെയിൽസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഇറ്റ്സ് എ പ്രോട്ടീൻ ദാറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ബ്രേക്കിംഗ് ഡൗൺ ബ്ലഡ് ക്ലോട്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അലിയിക്കാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടീനാണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എൻ എൻസൈം കൺവേർട്ടിംഗ് പ്ലാസ്മിനോജൻ ഇൻറ്റു പ്ലാസ്മിൻ. നമ്മുടെ ക്ലോട്ട് ആകുമ്പോൾ അവിടെ പ്ലാസ്മിനോജൻ ആകുന്നുണ്ട്. ആ പ്ലാസ്മിനോജനെ തിരിച്ച് ബാക്ക്വേർഡ് പ്ലാസ്മിനാക്കി മാറ്റാനാണ് ഇത് സഹായിക്കുന്നത്. ദ മെയിൻ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ഡിസോൾവിങ് ക്ലോട്ട്. Okay, the recombinant version of TPA produced in labs are used to treat conditions like heart attack, stroke, പൾമണറി എംബോളിസം. ഈ TPA എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിനും സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനും പൾമണറി എംബോളിസം ഉള്ള പേഷ്യൻസിനും ഒക്കെ നമ്മൾ ഈ ഒരു ബ്ലഡ് ക്ലോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ TPAയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ? TPA വർക്ക്സ് ബൈ ബൈൻഡിങ് ടു ഫൈബ്രിൻ, എ പ്രോട്ടീൻ ദാറ്റ് ഫോംസ് ദ സ്ട്രക്ചർ ഓഫ് ബ്ലഡ് ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്ന ഫൈബ്രിൻ എന്നുള്ള ആ ഒരു പ്രോട്ടീനിലോട്ട് ഈ TPA ബൈൻഡ് ചെയ്യുന്നു. ഈ ബൈൻഡിങ് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ആകുന്നു. പ്ലാസ്മിനോജൻ എന്ത് ചെയ്യുന്നു? പ്ലാസ്മിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അങ്ങനെ ഫൈബ്രിൻ മെഷ് അവിടെ ബ്രേക്ക് ചെയ്ത് ആ ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നു, ഇസ്കീമിക് സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നു, ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് യൂസ് ചെയ്യുന്നു, പൾമണറി എംബോളിസം എന്നുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നു. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള TPA ആണ് ആൽറ്റിപ്ലേസ് അല്ലെങ്കിൽ ആക്ടിവേസ്. പ്രൊഡ്യൂസ്ഡ് ഇൻ ലാബ്, ഇറ്റ് ഇസ് എ ഫോം യൂസ്ഡ് ഇൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആൽറ്റിപ്ലേസ് ഓർത്തിരിക്കുക, ഇതെന്താണ്? ത്രോംബോലൈറ്റിക് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു TPAയുടെ ഉപയോഗം? In case of stroke, TPA is most effective when administered within a narrow window of time after the onset of symptoms. അതായത് അവിടെ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വിത്തിൻ 3 hours നമ്മൾ ഈ ഒരു TPA അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസിന് നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെ ചില സൈഡ് എഫക്ട്സുകളുണ്ട്. ചില മൈന്യൂട്ടായിട്ടുള്ള ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കാം, ചിലപ്പോൾ അവിടെ മറ്റു കോംപ്ലിക്കേഷൻസ് ഡിസെഡ്മിയാസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദ ഡോക്ടർ ഓർഡർ ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് നീ ഹൈ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസസ് ടു ദ ന്യൂലി അഡ്മിറ്റഡ് പേഷ്യൻ്റ് ഇൻ ICU. ICUയിൽ ആദ്യമായിട്ട് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റ് ഇമ്മൊബിലൈസ്ഡ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ അവിടെ നീ ഹൈ
അതായത് നീക്ക് മുകളിൽ ഉള്ള കംപ്രഷൻ ഡിവൈസസ് അഡ്വൈസ് ചെയ്തു. വെൻ ദ നേഴ്സ് വിസിറ്റഡ് അറ്റ് ദ പേഷ്യൻറ്റ് ബെഡ് സൈഡ് ടു പെർഫോം ഇനിഷ്യൽ അസസ്മെൻറ്റ്, പേഷ്യൻ്റ് നന്നായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പേഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായത്? പേഷ്യൻ്റ് റിപ്പോർട്ട് ഓഫ്, പേഷ്യൻ്റ് എന്ത് പറഞ്ഞു? ന്യൂ പെയിൻ ലോക്കലൈസ്ഡ് ഇൻ ദ റൈറ്റ് കാഫ് ഏരിയ. വലത് കാലിൽ ലോവർ ലിംബിൽ കാഫ് ഏരിയയിൽ അവിടെ പെയിൻ, പുതുതായിട്ട് വേദന അനുഭവപ്പെടുന്നു. സ്ലൈറ്റ്ലി റെഡൻഡ് ആണ്. അവിടെ ടച്ച് ചെയ്യുമ്പോൾ വാമാണ്. എങ്കിൽ നിങ്ങൾ എന്ത് ഇൻ്റർവെൻഷനാണ് അവിടെ ചെയ്യുക? ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഹോസ്പിറ്റലിൽ ICUവിൽ നിങ്ങൾ വർക്ക് ചെയ്യാണ്, ICUവിൽ നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിനെ കിട്ടി, ഡോക്ടർ പറഞ്ഞു നീ ഹൈ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുകയാണ്. അസസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? പേഷ്യൻ്റ് പറയുന്നുണ്ട് അവിടെ നന്നായിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട്, സ്ലൈറ്റ്ലി, അത് കാഫ് മസിൽസിൽ വേദന അനുഭവപ്പെടുന്നത്, സ്ലൈറ്റ്ലി റെഡൻഡ് ആണ്, വാമാണ് ടച്ച് ചെയ്യുമ്പോൾ. എങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷൻ എ, അഡ്മിനിസ്റ്റർ അനാൽജസിക്സ് ആൻഡ് ദെൻ അപ്ലൈ കംപ്രഷൻ ഡിവൈസസ്. വേദന ഉള്ളതുകൊണ്ട് അനാൽജസിക്സ് അപ്ലൈ ചെയ്തിട്ട് കംപ്രഷൻ ഡിവൈസ് കൊടുക്കാമോ? അതോ രണ്ടാമത്, ഡു നോട്ട് അപ്ലൈ ദ കംപ്രഷൻ ഡിവൈസ് ആൻഡ് കോണ്ടാക്ട് ടു ഫിസിഷ്യൻ. നമ്മൾ കംപ്രഷൻ ഡിവൈസ് അപ്ലൈ ചെയ്യരുത്, ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. ഓപ്ഷൻ സി, മസാജ് ദ ഏരിയ ബിഫോർ അപ്ലൈങ് ദ കംപ്രഷൻ ഡിവൈസസ്. നമ്മൾ കംപ്രഷൻ ഡിവൈസ് അപ്ലൈ ചെയ്യുന്ന ഏരിയ നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ അപ്ലൈ ദ കംപ്രഷൻ ഡിവൈസസ് ആസ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ പേഷ്യൻറ്റ്. നമ്മളെ ഡോക്ടർ പറഞ്ഞതുപോലെ മറ്റൊന്നും നോക്കേണ്ട, കംപ്രഷൻ ഡിവൈസ് അവിടെ അപ്ലൈ ചെയ്യുക. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിനോട് നല്ല വേദനയുണ്ട്, റെഡൻഡ് ആണ്, വാമാണ്. ഇറ്റ്സ് എൻ സിംറ്റം ഓർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് കംപ്രഷൻ ഡിവൈസ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഒന്നും നോക്കാതെ പറ്റത്തില്ല. വി ഹാവ് ടു ഇൻഫോം ഫിസിഷ്യൻ. ഡു നോട്ട് അപ്ലൈ ദ കംപ്രഷൻ ഡിവൈസ് ആൻഡ് കോണ്ടാക്ട് ടു ഫിസിഷ്യൻ. വി ഹാവ് ടു ഇൻഫോം ഡോക്ടർ. Localized pain, tenderness, redness, warmth may be symptoms of deep vein thrombosis. In this scenario, the nurse should report to the physician and the compression devices should not be applied as intermittent compression may dislodge a thrombus. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കംപ്രഷൻ അപ്ലൈ ചെയ്യുന്നതിന് വഴിയായിട്ട് എന്ത് ചെയ്യാം? അവിടെ ത്രോംബസ് നീങ്ങി പോകാനും അത് ഹാർട്ടിൽ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസിൽ കൂടെ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ലീഡ്സ് മോർ കോംപ്ലിക്കേഷൻസ്. സോ നെക്സ്റ്റ് അതവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാൻ. മസാജ് ചെയ്യാൻ പാടില്ല, കാരണം അവിടെ ത്രോംബസ് അവിടെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? DVT എന്ന് പറയുന്ന ഒരു ലൈഫ് ത്രെഡനിങ് ത്രോംബസ് ട്രാവൽ ചെയ്യുന്നതാണ്. ചിലപ്പോൾ പൾണറി എംബോളിസം ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ കംപ്രഷൻ ഡിവൈസസ് അപ്ലൈ ചെയ്യരുത്. എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് തെറ്റായതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നെക്സ്റ്റ്, എന്താണ് DVT അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഈസ് എ ബ്ലഡ് ക്ലോട്ട് ദാറ്റ് ഫോംസ് ഇൻ എ ഡീപ്പ് വെയിൻ. നമ്മുടെ കാലുകളിലും കൈകളിലും ഒക്കെ ഉള്ള ഡീപ്പായിട്ടുള്ള വെയിനുകൾ ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ടിനെയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നത് ലെഗിലും പെൽവിസിലുമാണ്. ഇറ്റ് കോസ് പെയിൻ, സ്വെല്ലിംഗ്, റെഡ്നെസ്, വാംത്ത് ഇൻ ദ എഫക്റ്റഡ് ഏരിയ. എ DVT can be dangerous if the clot break loose and travels to lungs. കാലിലാണ് ഒരു ക്ലോട്ട് ഉണ്ടായതെങ്കിൽ അവിടെ നിന്ന് അത് ട്രാവൽ ചെയ്ത് തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലങ്സിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ എന്ത് ചെയ്യാം? പൾമണറി എംബോളിസം എന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫ് ത്രെഡനിങ് കോംപ്ലിക്കേഷൻ. നെക്സ്റ്റ്, DVTയുടെ കോസസും റിസ്ക് ഫാക്ടേഴ്സ്. ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഇമ്മൊബിലിറ്റിയാണ്. പേഷ്യൻ്റെ ഇനാക്ടിവിറ്റി, പ്രൊലോങ്ഡ് സിറ്റിംഗ് during long flight or bed rest can slow blood flow and increase the risk of clotting. Next, medical conditions like cancer, heart failure, blood clotting ഇതുപോലുള്ള കണ്ടീഷൻസും റിസ്ക് ഫോർ DVT കൂട്ടാം. നെക്സ്റ്റ്, ഇഞ്ചുറീസ് ആൻഡ് സർജറി. സപ്പോസ് എന്തെങ്കിലും ഇഞ്ചുറി, വെയിനോ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയോ സർജറി എന്തെങ്കിലും നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ഓർത്തോപീഡിക് പ്രൊസീജിയേഴ്സ്, പിന്നെ ഡാമേജ് വെയിന്, അതുപോലെ ക്ലോട്ടിങ് റിസ്ക് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെയും എന്തുണ്ടാകാം? DVT ഉണ്ടാകാം. നെക്സ്റ്റ്, മെഡിക്കേഷൻസ്. എന്തൊക്കെ മെഡിക്കേഷൻ കഴിക്കുന്നവർക്കാണ് DVT ഉണ്ടാകുന്നത്? സം മെഡിക്കേഷൻസ് ഇൻക്ലൂഡിങ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്. Persons who is receiving or intaking
ടേക്കിംഗ് കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അതുപോലെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ദർ ഇസ് എ റിസ്ക് ഫോർ ബ്ലഡ് ക്ലോട്ട്. നെക്സ്റ്റ് വൺ, പ്രഗ്നൻസിയിൽ DVT കൂടുതലായിട്ട് ഡ്യൂ ടു ഹോർമോണൽ ചേഞ്ചസ്, ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ വെയിൻ, ദർ വിൽ ബി ചാൻസ് ഓഫ് DVT. നെക്സ്റ്റ്, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, പാരമ്പര്യമായിട്ട് ചില ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? യൂണിലാട്രൽ, ഒരു ഭാഗത്ത് ലെഗിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, അതൊരു കോമൺ സൈനാണ്. രണ്ടാമത്, പെയിൻ ഉണ്ടാകുന്നു, ക്രാമ്പിംഗ് ഓർ സോർനെസ് ടിപ്പിക്കലി ഇൻ കാഫ് മസിൽസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. നെക്സ്റ്റ് വൺ, the affected area may feel warm and due to red inflammation. അതായത് നമുക്ക് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ സ്വെല്ലിങ്ങും വാമും അതിൽ റെഡ്നെസ്സും ഉണ്ടാകാം. enlarged veins may be visible in the affected area. എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എല്ലാ വെയിനുകളും ചിലപ്പോൾ അവിടെ വീർത്ത് എൻലാർജ്ഡ് ആയിട്ട് നിൽക്കുന്നവർ കാണാൻ പറ്റും. എന്നാൽ ചില കേസസിൽ എന്താണ്, അവിടെ അധികം സിംറ്റംസ് ഒന്നും നോട്ടീസ് ചെയ്യുന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ഡയഗ്നോസിസ്. നമുക്കവിടെ അൾട്രാസൗണ്ട് ചെയ്യാം, ഒരു പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ D-ഡൈമർ ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് എന്തിനാണ് D-ഡൈമർ ടെസ്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിന് കാരണമാകുന്ന ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് വെൻ ബ്ലഡ് ക്ലോട്ട്സ് ബ്രേക്ക് ഡൗൺ. ബ്ലഡ് ക്ലോട്ട്സ് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് D-ഡൈമർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വീനോഗ്രാം, എക്സ്റേ ഓഫ് ദ വെയിൻസ് യൂസിങ് കോൺട്രാസ്റ്റ് ഡൈ, സംടൈംസ് യൂസ്ഡ് ഇഫ് അൾട്രാസൗണ്ട് ഈസ് ഇൻകൺക്ലൂസീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡയഗ്നോസിസിൽ വരുന്നു. ട്രീറ്റ്മെൻറ്റ്, ആൻറ്റികോയാഗുലൻസ്, യൂഷ്വലി ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ്, ഹെപ്പാരിൻ, വാർഫാരിൻ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കംപ്രഷൻ സ്റ്റോക്കിങ്സ്, ദിസ് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ബ്ലഡ് ഫ്ലോ, റെഡ്യൂസ് സ്വെല്ലിംഗ്. ത്രോംബോലൈറ്റിക്സ് കൊടുക്കാം. അതുപോലെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മൂവ്മെൻറ്റ്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. എക്സ്പെഷ്യലി ഡ്യൂറിങ് ട്രാവൽ അവിടെ എന്തുണ്ടാകണം, എക്സസൈസ് ചെയ്തിരിക്കണം. കംപ്രഷൻ സ്റ്റോക്കിങ്സ് അവിടെ റിസ്ക് ഉണ്ട്, എന്നാൽ പോലും കെയർഫുള്ളായിട്ട് കംപ്രഷൻ സ്റ്റോക്കിങ്സ് അപ്ലൈ ചെയ്യാം. മെഡിക്കേഷൻസ്, ആൻറ്റികോയാഗുലൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. You have received 50 years old client in emergency unit and documented the following assessment findings: severe back pain, presence of gray Turner sign, nausea, blood pressure 90/40, respiration 30 breaths per minute, heart rate is 128 beats per minute. 50 വയസ്സുള്ള ഒരാൾ എമർജൻസി യൂണിറ്റിൽ വന്നപ്പോൾ സിവിയർ ബാക്ക് പെയിനും ഗ്രേ ടർണർ സൈനും നോസിയ, ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ അവ ഇങ്ങനെയായിരുന്നു. പിന്നെ ഹാർട്ട് റേറ്റ് 128 ആയിരുന്നു. എന്നാൽ എന്തായിരിക്കും അവിടെ പ്രയോറിറ്റി നഴ്സിംഗ് ഇൻ്റർവെൻഷൻ? എന്തായിരിക്കും നമ്മൾ ആദ്യം അവിടെ ചെയ്യുന്നത്? ഇൻസേർട്ട് ഫോളിക് അസിഡ് ഫോർ ഇൻടേക്ക് ഔട്ട്പുട്ട് മോണിറ്ററിംഗ്, പ്ലേസ് എ ലാർജ് ബോർ IV, ഇൻസേർട്ട് എ നാസോഗാസ്ട്രിക് ട്യൂബ്, പ്ലേസ് ദ ക്ലൈൻറ്റ് ഇൻ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? അപ്പോൾ എന്താണ് ഈ ഗ്രേ ടർണർ സിൻഡ്രോം? ഗ്രേ ടർണർ സിൻഡ്രോം അല്ലെങ്കിൽ ഗ്രേ ടർണർ സൈൻ എന്ന് പറയുന്ന ഫ്ലാങ്ക് റീജിയൻ, നമ്മുടെ അബ്ഡോമൻ്റെ ഫ്ലാങ്ക് റീജിയനിൽ, സൈഡ് റീജിയനിലായിട്ട് റെഡ്നെസ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. ഇതിനെയാണ് ഗ്രേ ടർണർ സൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്, പെർഫറേറ്റഡ് ഡ്യൂോഡനൽ അൾസർ, റപ്ചേർഡ് അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം, ഈ കണ്ടീഷൻസിലെല്ലാം ഗ്രേ ടർണർ സൈൻ കാണപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകും. ആ ഫ്ലൂയിഡ് ലോസ് നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇൻ്റർവെൻഷൻ. IV ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വോളിയം റീപ്ലേസ്മെൻറ്റ്. അതുകൂടാതെ ഓപ്ഷൻ എയും സിയും ഡി, ഇത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എയും സിയും ഡിയും എന്തുകൊണ്ടാണ് ആൻസർ അല്ലാത്തത്? ഹൈപ്പോവോളീമിയ, ദ യൂറിൻ ഔട്ട്പുട്ട് വിൽ ബി ഡിമിനിഷ്ഡ്, മോണിറ്ററിംഗ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഡൺ, but the priority is to administer to IV fluids to prevent hypovolemia. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ ടർണർ ഡിസീസ് അല്ലെങ്കിൽ സൈൻ ഉള്ള പേഷ്യൻസിനെ റീപൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. നാസോഗാസ്ട്രിക് ട്യൂബ് മേ ബി കൺസിഡേർഡ് വിത്ത് സിവിയർ നോസിയ ആൻഡ് വോമിറ്റിംഗ് ടു ഡികംപ്രസ് ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്ക് അവിടെ എയർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാസോഗാസ്ട്രിക് ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ഡീകംപ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്ലേസ് എ ലാർജ് ബോർ IV. ഇവിടെ നോക്കൂ, കുളൻ സൈൻ, അതായത് നമ്മുടെ എക്സാമിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പലതരത്തിലുള്ള സൈനുകൾ,
കുളൻ സൈൻ എന്ന് പറഞ്ഞാൽ there is the discoloration over the umbilical cord. നെക്സ്റ്റ് ഗ്രേ ടർണർ സൈൻ എന്ന് പറഞ്ഞാൽ ഫ്ലാങ്ക് റീജിയനിലുള്ള ഈ ഡിസ്കളറേഷൻ. നെക്സ്റ്റ് ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഫ്ലാങ്ക് റീജിയനിലുള്ളത് ഗ്രേ ടർണർ സൈനാണ്, അല്ലെങ്കിൽ എക്കൈമോസിസ് ഓവർ ഫ്ലാങ്ക് എന്ന് പറയുന്നു. ഇവിടെ അംബ്ലിക്കൽ കോഡിന് ചുറ്റുമുള്ള ഈ ഒരു സൈനിനെ കുളൻ സൈൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ തൈയിൽ എക്കൈമോസിസ് കാണുന്നതിനെ ഫോക്സ് സൈൻ എന്നും, അതുപോലെ സ്ക്രോട്ടത്തിൽ ഈ ഒരു ഡിസ്കളറേഷൻ വരുന്നതിന് ബ്രാൻഡ് സൈൻ അല്ലെങ്കിൽ എക്കൈമോസിസ് ഓവർ സ്ക്രോട്ടം എന്നും പറയുന്നു. ഇതുപോലെ ഒരുപാട് സൈനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ചോസ്റ്റിക് സൈൻ ഉണ്ട്, ട്രൗസിയസ് സൈൻ ഉണ്ട്, ബാബിൻ സി റിഫ്ലെക്സ്, കേർണിംഗ് സൈന്, ബ്രെഡ്സൻസ്കി സൈന്, റോസിംഗ് സൈൻസ്, മെക്കേർണി പോയിന്റ്, മൂർഫി സൈൻസ്, കുളൻ സൈൻസ്, ഗ്രേ ടർണർ സൈന്, ഇങ്ങനെ പല സൈൻസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണിത് റെസ്പോണ്ട് ചെയ്യുന്നത്, അവ ഒന്ന് വായിച്ച് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. You are posted in male medicine ward and assigned to provide care to the patient admitted with a pernicious anemia. It's very very important. Pernicious anemia. Pernicious anemia ഉള്ള പേഷ്യൻ്റെ ലാബ് വാല്യൂ എന്തായിരിക്കും? ഷില്ലിംഗ് ടെസ്റ്റ് റിസൾട്ട് എലിവേറ്റഡ് ആണോ, ഇൻട്രിൻസിക് ഫാക്ടർ ആബ്സെൻ്റ് ആണോ, റെഡ് ബ്ലഡ് സെൽസ് വിത്തിൻ നോർമൽ ലെവലാണോ, സെഡിമെൻറ്റേഷൻ റേറ്റ് 16 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഇൻട്രിൻസിക് ഫാക്ടർ ആഫ്റ്ററും ആണ്. ഷില്ലിംഗ് ടെസ്റ്റ് എന്താണെന്ന് അറിയണം. എന്താണ് ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് അടുത്ത് നമുക്ക് പറയാം. അതിന് മുമ്പ് ഇവിടെ ആൻസർ നോക്കുക. ആൻസർ ബി, ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർനിഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതായത് നമ്മുടെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അല്ലെങ്കിൽ എന്ത് കാരണമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ഇൻട്രിൻസിക് ഫാക്ടർ കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത് കാരണം ഉണ്ടാകുന്ന അനീമിയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് നീഡഡ് ഫോർ വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഫോളിക് ആസിഡ് needs vitamin B12 for decarboxylic nucleic acid synthesis of RBC. അതായത് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ B12 നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നമ്മുടെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു കമ്പോണൻ്റാണ്, അതായത് ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ അളവ് കുറവാണെങ്കിൽ വിറ്റാമിൻ B12 അളവും കുറയുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? എലിവേറ്റഡ് ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ ദ പേഷ്യൻറ്റ്. സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് നോർമൽ സ്ത്രീക്കായാലും പുരുഷനായാലും അത് സെയിം തന്നെയാണ്. ABC വാല്യൂ വിത്ത് നോർമൽ റേഞ്ച് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് അനീമിയ. ഇവിടെ നിങ്ങൾക്ക് അനീമിയയുടെ ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, വീഡിയോ പോസ് ചെയ്ത് വായിക്കാം. അനീമിയ ഈസ് ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് റീസൺസ്, കോസസ് അനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോർഫോളജി അതിനനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓരോന്നിൻ്റെ കാരണങ്ങളുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഹെമറേജിക് അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ, തലാസീമിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, എപ്ലസ്റ്റിക് അനീമിയ, ഇങ്ങനെ പലതരത്തിലുള്ള അനീമിയകളുണ്ട്. അവ ഓരോന്നും എന്ത് കാരണമാണ് അതിങ്ങോട്ട് റെഡ് ബ്ലഡ് സെൽസ് അവിടെ നോർമലി വരാത്തത്? ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ അനീമിക് സെൽ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ സൈസിലും വ്യത്യസ്തം വരാറുണ്ട്. മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞൊരു ഒരു ഷേപ്പ് ഉണ്ട്, നോർമോസൈറ്റിക് ഉണ്ട്, മാക്രോസൈറ്റിക് ഉണ്ട്. ആ വേർഡുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം നോർമോസൈറ്റിക് മീൻസ് നോർമൽ സെൽ സൈസ്, മൈക്രോസൈറ്റിക് മീൻസ് വളരെ ചെറുത്, മാക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ ലാർജർ ദാൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അത് ലാർജർ ദാൻ നോർമൽ, സാധാരണയുള്ള വലിപ്പത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് മാക്രോസൈറ്റിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് B12 അവിടെ പേഷ്യൻറ്റിനെ കൊണ്ട് കുടിപ്പിക്കുന്നു. അതിനുശേഷം പേഷ്യൻ്റ് ചെക്ക് ചെയ്ത് എന്ത് ചെയ്തു, ബോഡിയിൽ അബ്സോർവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം B12 അവിടെ അബ്സോർവ് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളവിടെ അടുത്ത കണ്ടീഷൻ തുടരുകയാണ്. അതായത് ദെൻ ദ ബ്ലഡ് ഈസ് ചെക്ക്ഡ്. കുറച്ച് സമയം കഴിഞ്ഞ് പേഷ്യൻ്റെ ബ്ലഡ് എടുത്ത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു വിറ്റാമിൻ B12 കൂടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. കൂടിയിട്ടില്ല എങ്കിൽ അവിടെ പ്രോബ്ലമാറ്റിക് ആണ്. നോർമലി അഡീഷണലി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വിറ്റാമിൻ B12 കൂടും. അപ്പോൾ അവിടെ ആ വാല്യൂ എത്രയാണോ അനുസരിച്ച് നമ്മൾ ഷില്ലിംഗ് ടെസ്റ്റ് അവിടെ ശരിയാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ ട്രീറ്റിംഗ് ആൻ എൽഡർലി ക്ലയന്റ് വിത്ത് സിവിയർ നോസ് ബ്ലീഡ്
ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മുടെ നോർസത്തിൻ്റെ എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോസ് ബ്ലീഡിംഗ് എന്നുള്ളത് സിമ്പിൾ കണ്ടീഷനായിട്ട് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമാണ് നമ്മൾ എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ പോർഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. While treating an elderly client with a severe nosebleed, the physician has inserted posterior packing to control bleeding. After insertion of the packing, the nurse will closely monitor the client for which of the following complication. എപ്പിക്സാസിസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിംഗ് ഉള്ളൊരു പേഷ്യൻറ്റിന് പോസ്റ്റീരിയർ പാക്കിംഗ് ചെയ്തതിന് ശേഷം ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോസ്റ്റീരിയർ പാക്കിംഗ് ചെയ്തു. അത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാം? ഓപ്ഷൻ എ വെർട്ടിഗോ, ബെൽസ് പാൽസി, ഓപ്ഷൻ സി ഹൈപ്പോവെന്റിലേഷൻ, ഓപ്ഷൻ ഡി ലോസ് ഓഫ് ഗാഗ് റിഫ്ലെക്സ്. വിച്ച് വൺ വിൽ ബി ദ ആൻസർ? Because it is covering, you think it is blocking the airway. So the complication will be hypoventilation. Correct answer option C, hypoventilation. Nostril packing can alter the respiratory status, especially in elder client, which can result in hypoventilation. The nurse should closely monitor the client for changes in level of consciousness, respiratory rate and heart rate, rhythm after insertion of packing. നോർമലായിട്ട് ആരുടെ തന്നെ മൂക്കിലായാലും ഇങ്ങനൊരു പാക്കിംഗ്, ഒരു നോസ്ട്രൽ പാക്കിംഗ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവിടെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്പെഷ്യലി എൽഡർലി പേഷ്യൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഫേസ് സം പ്രോബ്ലം. സോ in patient with a posterior packing or nasal packing, we have to monitor for consciousness, respiratory rate, heart rate, rhythm. There is a risk for hypoventilation. Correct option C. വെർട്ടിഗോ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പോസ്റ്റീരിയർ പാക്കിങ്ങിൽ വരാറില്ല. ബെൽസ് പാൽസി എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ പാൽസിയാണ്. ബെൽസ് പാൽസിയുടെ മറ്റൊരു പേരെന്താണ്? ഫേഷ്യൽ പാൽസി. അതായത് നമ്മുടെ 7th ക്രേനിയൽ നെർവ് ഡാമേജ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ബെൽസ് പാൽസി. അതും എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നാസൽ പാക്കിങ്ങുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുപോലെ തന്നെ നാസൽ കാവിറ്റിയുടെ പിൻഭാഗമാണ് നമ്മളവിടെ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നമ്മുടെ ത്രോട്ടിനെ ഗാഗ് റിഫ്ലക്സ് ഒരിക്കലും നമ്മൾക്ക് അവിടെ എഫക്റ്റ് ചെയ്യാറും ഇല്ല. ഇനി നമുക്ക് എപ്പിസ്റ്റാസിസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വെർട്ടിഗോയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. തലച്ചുറ്റി വരിക അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ, അതായത് ഡിസിനസ്, വോമിറ്റിംഗ്, ഹിയറിംഗ് ലോസ്, ഹെഡേക്ക്, ലോസ് ഓഫ് ബാലൻസ്, ഇതുപോലെയുള്ള സിംറ്റംസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഫേഷ്യൽ നെർവ് പാൽസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ്? ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നത്. ഫേഷ്യൽ നെർവ് പാൽസി അല്ലെങ്കിൽ ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ ഈ രോഗം ഏത് നെർവ് റിലേറ്റഡ് ആണ്? 7th ക്രാനിയൽ നെർവ്, ദാറ്റ് ഈസ് ഫേഷ്യൽ നെർവ്. ഇവിടെ ഫേഷ്യൽ നെർവ് പാൽസി ഉള്ള പേഷ്യൻസിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുക? ഇന്നബിലിറ്റി ടു റിങ്കിൾ ഐബ്രോ. കണ്ണിൻ്റെ ഐബ്രോ, അവിടെ കണ്ണിൻ്റെ മുകളിൽ ഐബ്രോ റിങ്കിൾ ചെയ്യാൻ, മടക്കാൻ, ചുരുക്കാൻ അവിടെ പറ്റാതെ വരുന്നു. Inability to wrinkle brow. The affected person may not be able to raise one eyebrow or wrinkle forehead on one side. ഒരു സൈഡിൽ ചുളുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മടക്ക് വരുത്താൻ പറ്റുന്നില്ല. രണ്ടാമത് ഐലിഡ് ഡ്രൂപ്പിംഗ് ഉണ്ടാകുന്നു. കണ്ണ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ണ് ക്ലോസ് ആകുന്നുണ്ട്, ഇവിടെ കണ്ണ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐലിഡ് on side may droop, making it difficult to close the eye completely. കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, എസിമെട്രിക്കൽ സ്മൈൽ. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകളെല്ലാം നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് ഫേഷ്യൽ നെർവ് പാൽസി ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രശ്നമുണ്ടാകുന്നത്? പേഷ്യൻ്റിന് അവിടെ കൃത്യമായിട്ട് 2 സൈഡും സിമിലർ ആയിട്ട് ചിരിക്കാൻ പറ്റാതെ വരാം. നെക്സ്റ്റ് വൺ, ഡ്രൂപ്പിംഗ് കോർണർ ഓഫ് മൗത്ത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഇവിടെ പേഷ്യൻ്റെ ചുണ്ട് എന്താണ്, ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു ലിപ്സ് അല്ലെങ്കിൽ മൗത്ത് അത് കോർണർ ഡ്രൂപ്പിംഗ് സംഭവിച്ചിട്ടുണ്ട്. കോർണർ ഓഫ് ദ മൗത്ത് ഓൺ സൈഡ് മേ ഡ്രൂപ്പ്.
ആൻഡ് കോസിങ് എ ലോബ് സൈഡഡ് അപ്പിയറൻസ്. ഒരു പേഷ്യൻറ്റിന് അവിടെ ഒരു അപ്പിയറൻസ് ചെരിഞ്ഞിരിക്കുന്ന ഒരു സ്ലൈഡ് ഇൻക്ലിനേഷൻ നമുക്കവിടെ ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫേഷ്യൽ നെർവ് പാൽസിയുടെ സിംറ്റംസ്. മെയിനായിട്ടുള്ള സിംറ്റംസ് ആണ് പറഞ്ഞത്. ഇനബിലിറ്റി ടു ഡ്രിങ്കിൾ ബ്രോ, ഡ്രൂപ്പിംഗ് ഐലിഡ്, ഇനബിലിറ്റി ടു ക്ലോസ് ഐസ്, എസിമെട്രിക്കൽ സ്മൈൽ, ഡ്രൂപ്പിംഗ് കോർണർ ഓഫ് ദ മൗത്ത്. ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഫേഷ്യൽ പാൽസിയുടെ മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ ഏത് നെർവിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഇന്ന സിംറ്റംസ് അവിടെ കണ്ടു, നിങ്ങൾ ഏത് ഡിസീസാണ് ഈ പേഷ്യൻറ്റിന് സസ്പെക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പറഞ്ഞു നോസിൽ ബ്ലീഡിങ്, നാസൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. കോമൺ ഏരിയ ഓഫ് നാസൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അവിടെ എഴുതേണ്ടത് ഇതാണ്, ലിറ്റിൽസ് ഏരിയ എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ നോസിനകത്ത് നാസൽ ക്യാവിറ്റിക്കകത്തുള്ളൊരു സ്പേസ് ആണ് ലിറ്റിൽസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ലിറ്റിൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഈ സ്പേസ്, ലിറ്റിൽസ് ഏരിയ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ നാസൽ സെപ്റ്റം. നമ്മുടെ നോസിൻ്റെ സെൻട്രൽ നാസൽ സെപ്റ്റത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ടിൽ ജസ്റ്റ് അബോവ് ദ വെസ്റ്റിബ്യൂളിന് തൊട്ട് മുകളിലായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു ലിറ്റിൽസ് ഏരിയയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കോമൺ പ്ലേസ് ഫോർ 4 ആർട്ടറീസ്. 4 ആർട്ടറികൾ വന്ന് ചേരുന്ന ഒരു കോമൺ പ്ലേസ് ആണ്. അത് ഏതൊക്കെയാണ് 4 ആർട്ടറീസ്, അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെയാണ് 4 ആർട്ടറീസ്? ആൻറ്റീരിയർ എത്മോയിഡൽ ആർട്ടറി, septal branches of superior labial artery, septal branches of superior labial artery, septal branches of sphenopalatine artery, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി. ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്ന ഈ പോയിന്റിനെ എന്ത് പറയുന്നു? ഇറ്റ്സ് എ വാസ്കുലാർ പ്ലെക്സസ് ഏരിയ. അതിനെ കീസൽസ് ബാച്ച് പ്ലെക്സസ് എന്നാണ് പറയുന്നത്. ഈ എല്ലാ ആർട്ടറീസിൻ്റെയും ചെറിയ ബ്രാഞ്ചസ് ഒന്ന് ഒരുമിച്ച് ചേരുന്ന ഈ ഏരിയയെ, അവിടെയുള്ള പ്ലെക്സസിനെ, വാസ്കുലാർ പ്ലെക്സസിനെ എന്ത് പറയുന്നു? കീസൽ ബാച്ച് പ്ലെക്സസ് എന്ന് പറയാം. ആ ഏരിയയെ ലിറ്റിൽസ് ഏരിയ എന്ന് പറയുന്നു. ഇറ്റ്സ് എ യൂഷ്വൽ സൈറ്റ് ഫോർ എപ്പിസ്റ്റാസിസ് ഇൻ ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്ട്സ്. കുഞ്ഞു കുട്ടികളിലും യങ് അഡൽട്ടിലും നോസ് ബ്ലീഡിങ് ഉണ്ടാകുന്നൊരു കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലിറ്റിൽസ് ഏരിയ ആണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഏതൊക്കെ ആർട്ടറീസാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്? അവിടെയുള്ള ആ ഒരു പ്ലെക്സസിന് എന്ത് പേര് പറയുന്നു? അല്ലെങ്കിൽ കുട്ടികളിലും യങ് അഡൽട്ട്സിലും കൂടുതലായിട്ട് എപ്പിസ്റ്റാസിസ് ഉണ്ടാകുന്ന ഏത് ഏരിയയിലാണ്? അല്ലെങ്കിൽ അവിടെ വരാത്ത ആർട്ടറി ഏതാണ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരാം, നോട്ട് ചെയ്തോളാം. നെക്സ്റ്റ്, അതുപോലെ എപ്പിസ്റ്റാസിസിന് 2 തരമുണ്ട്, ആൻറ്റീരിയറുമുണ്ട്, പോസ്റ്റീരിയറുമുണ്ട്. ലിറ്റിൽസ് ഏരിയയിൽ ബ്ലീഡിങ് വരുന്നതിന് ആൻറ്റീരിയർ എപ്പിസ്റ്റാസിസ് എന്നും, എന്നാൽ നമ്മുടെ നാസൽ കാവിറ്റിയുടെ പിൻഭാഗത്തുള്ള ബ്ലീഡിങ്ങിനെ പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് എന്നുമാണ് പറയുന്നത്. ആൻറ്റീരിയർ എപ്പിസ്റ്റാസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മോർ കോമൺ എപ്പിസ്റ്റാസിസ് ആണ്, മോസ്റ്റ്ലി ഫ്രം ലിറ്റിൽസ് ഏരിയ ആണ്, മോസ്റ്റ്ലി ഒക്കേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്ട്സ് ആണ്. യൂഷ്വലി അവിടെ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. യൂഷ്വലി മൈൽഡ് ബ്ലീഡിങ്ങും ലോക്കൽ പ്രഷർ കൊടുത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ആൻറ്റീരിയർ എപ്പിസ്റ്റാസിസ്. എന്നാൽ പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത് കോമൺ അല്ല, ലെസ് കോമൺ ആണ്. പോസ്റ്റീരിയർ പാർട്ട്, നാസൽ കാവിറ്റിയുടെ പോസ്റ്റീരിയർ പാർട്ടിലാണ് അവിടെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് ആർക്കാണ് ഉണ്ടാകുന്നത്? 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ്. അതും സ്പോണ്ടേനിയസ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ കാരണമോ ആർട്ടീരിയൽ സ്ക്ലെറോസിസ് കാരണമൊക്കെയാണ് പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് ഉണ്ടാകുന്നത്. ആൻറ്റീരിയർ എപ്പിസ്റ്റാസിസിനെ വെച്ച് കമ്പയർ ചെയ്താൽ പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് ഈസ് വെരി സിവിയർ. ഇറ്റ് റിക്വയർസ് ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് നേസൽ ബാക്ക് പോസ്റ്റീരിയർ നാസൽ പാക്കിംഗ് അവിടെ യൂഷ്വലി റിക്വയർഡ് ആയിട്ട് വരികയും ചെയ്യുന്നു ടു കൺട്രോൾ ബ്ലീഡിങ്. അപ്പോൾ ആൻറ്റീരിയർ എപ്പിസ്റ്റാസിസും പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസും. ഓക്കെ, അതുപോലെ എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ നാസൽ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? 2 മെത്തേഡുകൾ നമ്മളവിടെ ചെയ്യാറുണ്ട്. ഒന്ന്, ലിറ്റിൽസ് ഏരിയയിലാണ് അവിടെ ബ്ലീഡിങ് എങ്കിൽ നോസ് എന്ത് ചെയ്യുക? പിൻ ചെയ്യുക. തമ്പും ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് 5 മിനിറ്റ് നമ്മൾ നോസ് പിൻ ചെയ്യുന്നു. കംപ്രഷൻ ഓഫ് ബ്ലഡ് വെസൽസ് സംഭവിക്കുകയും അവിടെ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ആകാനും സഹായിക്കും. ഇത് ലിറ്റിൽസ് ഏരിയയിൽ. ഇനി അടുത്തൊരു മെത്തേഡാണ് ട്രോട്ടേഴ്സ് മെത്തേഡ് എന്ന് പറയും. ഇത് നോട്ട് ചെയ്ത് പഠിച്ചോളുക. ട്രോട്ടേഴ്സ് മെത്തേഡ്, പേഷ്യൻ്റ് ഈസ് മെയ്ഡ് ടു സിറ്റ്, ഇരിക്കാൻ പറയുന്നു, എന്നിട്ട് മുന്നോട്ട് ലീൻ ചെയ്യാൻ പറയുന്നു. ഫോർവേഡ് ലീൻ ചെയ്ത് ഒരു ബേസിലോട്ട് ബ്ലഡ്, വായിലൂടെ വരുന്ന ആ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് എന്ത് ചെയ്യുക? ഒരു ബേസിലോട്ട് സ്പിറ്റ് ഔട്ട് ചെയ്യാൻ പറയുന്നു. ബ്രീത്ത് ക്വയറ്റ്ലി ഫ്രം മൗത്തിലൂടെ ബ്രീത്ത് ചെയ്യാൻ പറയുന്നു. ഒപ്പം നമ്മൾ കോൾഡ് കംപ്രസ്, നോസിൽ എന്ത് ചെയ്യുന്നു? വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകാൻ വേണ്ടി, അവിടുത്തെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ഷൻ സംഭവിക്കാൻ വേണ്ടി കോൾഡ് കംപ്രസ് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ട്രോട്ടേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്.
ലിറ്റിൽസ് ഏരിയയിൽ നമ്മൾ കംപ്രഷൻ, നാസൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ കംപ്രഷൻ കൊടുക്കുന്നു. മറ്റൊന്ന് ട്രോട്ടേഴ്സ് മെത്തേഡും യൂഷ്വലി ഫസ്റ്റ് എയ്ഡ് ആയിട്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഉള്ളൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എപ്പിസ്റ്റാസിസ്. അതിൻ്റെ ടൈപ്പ്, ഏതൊക്കെ ആർട്ടറീസ്, ഏതൊക്കെ ലൊക്കേഷൻ, ഏതാണ് മോർ കോമൺ, ഏതാണ് ലെസ് കോമൺ, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എന്താണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. 7th question, the nurse is performing an endotracheal tube suctions. Very very important question. സക്ഷനിങ് ചെയ്യുന്നു. അതിപ്പോൾ ഓറൽ സക്ഷനിങ് ആവാം, എൻഡോട്രക്കിയൽ സക്ഷനിങ് ആവാം, നാസൽ സക്ഷനിങ് ആവാം. ബിഫോർ സക്ഷനിങ് നേഴ്സ് ഹാസ് പ്രീ ഓക്സിജനേറ്റഡ് ദ ക്ലയൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നമ്മൾ സക്ഷൻ ചെയ്യുന്നതിന് മുൻപ് പേഷ്യൻ്റ് 100% ഓക്സിജൻ സപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ സക്ഷൻ ചെയ്യാൻ. കാരണം സക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിജൻ കട്ടാകുകയാണ്, ഓക്സിജൻ സപ്ലൈ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ടു അവോയ്ഡ് ഹൈപ്പോക്സീമിയ. വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പോക്സീമിയ? ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ബ്ലഡ്, നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഇൻ നമ്മുടെ ആ ഒരു ബ്ലഡിൽ നോർമലി ബ്ലഡ് എത്ര ഓക്സിജൻ വേണമോ അതിൽ നിന്ന് നോർമൽ ലെവലിനേക്കാൾ കുറവാണെങ്കിൽ, ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നത്. What is the maximum amount of time the nurse should suction the client at a time? നമ്മൾ പ്രീ ഓക്സിജനേറ്റിംഗ് ചെയ്തു, പേഷ്യൻ്റ് ഓക്സിജൻ കൊടുത്തു, അതിനുശേഷം സക്ഷൻ ചെയ്യുകയാണ് കുറച്ച് സമയം, അത് കഴിഞ്ഞ് അടുത്ത സക്ഷൻ. ഇതിനിടയ്ക്കുള്ള ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര സമയമാണ് അടുത്ത ആ ഒരു ഡ്യൂറേഷൻ, എത്ര സമയം നമ്മളോട് സക്ഷൻ കണ്ടിന്യൂസ്ലി നമുക്ക് ചെയ്യാം ടു പ്രിവെൻറ്റ് ഹൈപ്പോക്സീമിയ. ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയാതെ നമുക്ക് എത്ര സമയം സക്ഷൻ ചെയ്യാം? ഇറ്റ് ഈസ് 10 seconds, 15 seconds, 25 seconds, 30 seconds. കറക്റ്റ് ഓപ്ഷൻ എ 10 seconds. 10 സെക്കൻഡ് മാത്രമാണ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ സക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്സിജൻ ലെവലോടെ താഴോട്ട് കുറയാൻ തുടങ്ങും. സോ ക്ലയൻറ്റ് ഷുഡ് ബി സക്ഷൻഡ് ഫോർ നോ ലോങ്ങർ ദാൻ 10 seconds അറ്റ് എ ടൈം. 10 സെക്കൻഡിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ സക്ഷൻ ചെയ്യരുത്. പേഷ്യൻറ്റിന് ഹൈപ്പോക്സിയൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ഒരു സക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എക്സ്പെഷ്യലി ഫോർ എയിംസ് എക്സാം പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് പിക്ചർ കാണിച്ചിട്ട് അത് എന്താണ്, എന്തിന് യൂസ് ചെയ്യുന്നു, ഏത് സൈസാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സക്ഷൻ കത്തീറ്ററിൻ്റെ കളർ ഡിഫറൻസും അതിൻ്റെ ഫ്രഞ്ച് സൈസും. സക്ഷൻ കത്തീറ്റർ ഇത്രയും ടൈപ്സ് ഉണ്ട്. ഇതിൽ ഗ്രേ കളർ ആണെങ്കിൽ അത് 5 ഫ്രഞ്ചും, ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ 6 ഫ്രഞ്ചും, ബ്ലൂ ആണെങ്കിൽ 8 ഫ്രഞ്ചും, ബ്ലാക്ക് ആണെങ്കിൽ 10 ഫ്രഞ്ചും, വൈറ്റ് ആണെങ്കിൽ 12 ഫ്രഞ്ചും, ഗ്രീൻ ആണെങ്കിൽ 14 ഫ്രഞ്ചും, ഓറഞ്ച് ആണെങ്കിൽ 16 ഫ്രഞ്ചും, റെഡ് ആണെങ്കിൽ 18 ഫ്രഞ്ചും, യെല്ലോ ആണെങ്കിൽ 20 ഫ്രഞ്ചും, വയലറ്റ് ആണെങ്കിൽ 22 ഫ്രഞ്ചും, ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ 24 ഫ്രഞ്ചുമാണ് സൈസ്. ഇത് നിങ്ങൾ ഇതേ രീതിയിൽ കാണാതെ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ സക്ഷൻ കത്തീറ്ററിൻ്റെ പിക്ചർ തന്നിക്കും, ഈ ഒരു കളറായിരിക്കും അവിടുത്തെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. ആ ഒരു കളർ വെച്ചിട്ട് നിങ്ങൾ ഏത് ഫ്രഞ്ച് സൈസാണെന്ന് പറയും. അല്ലെങ്കിൽ ഇത് താഴെ തന്നിക്കുന്നതിൽ ഏത് സൈസിനാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത്, അല്ലെങ്കിൽ 14 സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു കളർ, ഏത് കളർ സക്ഷൻ കത്തീറ്ററാണ് അവിടെ വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോട്ട് പഠിച്ചോളുക. ഗ്രേ കളർ 5, light green, gray, light green, blue, black, white, green, orange, red, Y, yellow, violet, light blue. G, L, blue, square, W, G, O, R, Y, V, light. LB എന്ന് വിളിക്കുക. ഇത് LB എന്ന് വിളിക്കുക. ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ബി സ്ക്വയർ, ഡബ്ല്യു, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, യെല്ലോ, വയലറ്റ്, ലൈറ്റ് ബ്ലൂ. ഇവിടെ 2 ലൈറ്റ് കളറുണ്ട്. ഫസ്റ്റ് വൺ ഗ്രേ ആണ്, ഏറ്റവും ലെസ് ആയിട്ടുള്ള ഫ്രഞ്ച് സൈസ് 5 ഗ്രേ ആണ്. അത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ 6 ഫ്രഞ്ച് ആണ്. അത് കഴിഞ്ഞാൽ ബ്ലാക്കും ബ്ലൂവും ബ്ലാക്കും വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വൈറ്റ്, ഗ്രീന്, ഓറഞ്ച്, റെഡ്, യെല്ലോ, വയലറ്റ്, ലൈറ്റ് ബ്ലൂ. ഇപ്പം തന്നെ പഠിച്ചോളാം. നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ അടുത്തൊരു സക്ഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന അടുത്തൊരു പോയിൻ്റാണ് പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ. എമൗണ്ട് ഓഫ് നെഗറ്റീവ് പ്രഷർ ഫോർ സക്ഷനിങ്.
അഡൽട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ പോർട്ടബിൾ സക്ഷൻ യൂണിറ്റിന് 8 to 15 mmHgയും വാൾ സക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ 100 to 120 mmHgയും അഡൽട്ടിന് യൂസ് ചെയ്യാം. എന്നാൽ കുട്ടികൾക്ക് നമുക്ക് അത്രയും പ്രഷർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള സക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ 5 to 8 mmHg സക്ഷൻ ഇവിടെ യൂസ് ചെയ്യാം കുട്ടികൾക്ക്, ചിൽഡ്രന്. വാൾ സക്ഷൻ ആണെങ്കിൽ 50 to 100 mmHg യൂസ് ചെയ്യാം. ഇൻഫൻറ്റിനാണെങ്കിൽ പോർട്ടബിളിൽ 3 to 5 mmHgയും വാൾ സെക്ഷൻ യൂണിറ്റിൽ 40 to 60 mmHgയും യൂസ് ചെയ്യാം. ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്, നോട്ട് ചെയ്തോളാം. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. A nurse should interpret which of the following as an early sign of tension pneumothorax in a client with a chest trauma. ചെസ്റ്റ് ഇഞ്ചുറി ഉള്ള പേഷ്യൻറ്റിന് ടെൻഷൻ ന്യൂമോതൊറാക്സ് പലതരത്തിലുണ്ട്. ന്യൂമോതൊറാക്സ് മീൻസ് നമ്മുടെ ലങ്സിൻ്റെ സ്പേസ് അല്ലെങ്കിൽ ലങ്സ് ക്യാവിറ്റിക്കുള്ളിൽ എയർ അധികമായിട്ട് തങ്ങി നിൽക്കുന്നതിനാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടായി. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൈൻ, ഏർലി സൈൻ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിമിനിഷ്ഡ് ബയലാട്രൽ ബ്രത്ത് സൗണ്ട്സ് ആണോ, മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ് ആണോ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണോ, ട്രക്കിയൽ ഡീവിയേഷൻ ആണോ? സോ കറക്റ്റ് ഓപ്ഷൻ സി, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്. അതായത് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും റെസ്പിറേറ്ററി അറസ്റ്റുമാണ് യൂണിവേഴ്സൽ ഫൈൻഡിങ് ഓഫ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ ആബ്സെൻറ്റ് ബ്രത്ത് സൗണ്ട്സ് ഒരു കോമൺ ഫൈൻഡിങ് ആണ്. നെക്സ്റ്റ് ട്രക്കിയൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ന്യൂമോതൊറാക്സിൽ, ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ട്രക്കിയൽ ഡീവിയേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ആദ്യമേ ഉണ്ടാകാറില്ല, കുറച്ച് ലേറ്റർ സ്റ്റേജിൽ ലേറ്റ് ഫൈൻഡിങ് ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ് എന്ന് പറയുന്നത് പെരികാർഡിയൽ ടാമ്പണേറ്റ്. നോട്ട് ചെയ്തോളാം. ഇനി ഏതെങ്കിലും പേഷ്യൻറ്റിന് മഫിൾഡ് ഹാർട്ട് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ഏത് കണ്ടീഷനാണ്? പെരികാർഡിയൽ ടാമ്പണേഡ് എന്നുള്ള കണ്ടീഷനാണ്. സോ ഇവിടെ നമ്മുടെ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യൻ്റ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അവിടെ ന്യൂമോതൊറാക്സ് പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ട്, ട്രോമാറ്റിക്കും സ്പോണ്ടേനിയസും ഉണ്ട്, ട്രോമ ഉള്ളതും ഇല്ലാത്തതും. ട്രോമ ഇല്ലാതെ ഉണ്ടാകുന്ന ന്യൂമോതൊറാക്സിൻ്റെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും പറയാറുണ്ട്. ട്രോമാറ്റിക് ആയിട്ടുള്ളത് ഇഞ്ചുറി കാരണം ലങ്സിനോ ബ്രോങ്കസിനോ ലീസോഫാഗസിനോ ഒക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ന്യൂമോതൊറാക്സ് ഉണ്ടാകുന്നു. ഈ ന്യൂമോതൊറാക്സിന് പല ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് ന്യൂമോതൊറാക്സ് ഉണ്ട്, ഓപ്പൺ ന്യൂമോതൊറാക്സ് ഉണ്ട്, ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ട്. എന്താണ് ഓപ്പണും ക്ലോസ്ഡും ആയിട്ടുള്ള ന്യൂമോതൊറാക്സ്? അവയിൽ നിന്നും എന്താണ് ടെൻഷൻ ന്യൂമോതൊറാക്സിൻ്റെ പ്രത്യേകത? ക്ലോസ്ഡ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയുടെ സ്പേസ്, അവിടുത്തെ പ്രഷറും അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും അവിടെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പ്ലൂറൽ ക്യാവിറ്റിക്കുള്ളിലുള്ള സ്പേസ് അവിടെ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ്. പ്ലൂറൽ ക്യാവിറ്റിയിലെ പ്രഷർ കുറവാണ്. എന്നാൽ ഇവിടെ ഓപ്പൺ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഇഞ്ചുറി ഉണ്ട്, അറ്റ്മോസ്ഫിയർ നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റി തമ്മിൽ കണക്ഷൻ ഉണ്ട്. അവിടെ രണ്ടിടമുള്ള അവിടെ പ്രഷർ എന്താകുന്നു? ഈക്വലായി മാറും. പ്ലൂറൽ ക്യാവിറ്റി പ്രഷർ ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നോട്ട് ചെയ്തോളുക. നെക്സ്റ്റ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ക്യാവിറ്റിക്കുള്ളിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ്. ദാറ്റ്സ് വൈ ഈസ് നോൺ ആസ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. പ്ലൂറൽ ക്യാവിറ്റിയുടെ പ്രഷർ പുറമേയുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ന്യൂമോതൊറാക്സിന് എന്ത് പറയുന്നു? ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. While performing the physical assessment, the nurse observed that the client is taking small breath at first. ആദ്യം ചെറുതായിട്ട് ബ്രീത്ത് ചെയ്യുന്നതായിട്ട് കണ്ടു, ദെൻ ബിഗർ ബ്രീത്തിങ് വരുന്നതായിട്ട് കണ്ടു, ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും താഴ്ന്ന് ചെറിയ ബ്രീത്തിങ് വന്നത് കണ്ടു. പിന്നെ ഒരു 10 to 20 seconds അവിടെ ബ്രീത്ത് ഇല്ല, നോ ബ്രീത്ത്, ഏപ്നിയ ഉണ്ട്. എന്താണ് ഏപ്നിയ എന്ന് പറഞ്ഞാൽ? നോ ബ്രീത്ത് അല്ലേ. എന്നാൽ യൂപ്നിയ എന്താണ്? യൂപ്നിയ എന്താണ്? അതായത് നോർമൽ ബ്രീത്തിങ്ങിനെ യൂപ്നിയ എന്നും ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്ങിനെ ഏപ്നിയ എന്നുമാണ് പറയുന്നത്. ഇവിടെ പേഷ്യൻറ്റിന് ആദ്യം ചെറുതായിട്ട് സ്ലോ ബ്രെത്ത് ആയിരുന്നു, അത് സ്പീഡ് കൂടി പിന്നെ വീണ്ടും കുറഞ്ഞ് വീണ്ടും നോ ബ്രീത്തിങ്. വീണ്ടും ഈ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതോടെ ഇതിനെ എന്ത് തരം റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്? ഇതിനെ ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറയുമോ, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുമോ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുമോ, ബിയോണ്ട് റെസ്പിറേഷൻ എന്ന് പറയുമോ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
പലതരത്തിലുള്ള ബ്രീത്തിങ് അബ്നോർമാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ വേവ് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ അത് പറഞ്ഞു തരാം. ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ ഈസ് defined as regular cycle that starts with a normal breath which increases and then decreases followed by a period of apnea. Normal breath, increasing, decreasing, apnea, then again this is repeating. This is chain stock respiration. Option B, hyperventilation എന്ന് പറഞ്ഞാൽ അവിടെ ബ്രീത്തിങ് കൂടുതലാണ്, റേറ്റും കൂടുതലായിരിക്കും, ഡെപ്തും കൂടുതലായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് അവിടെ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടാവും. എല്ലായിടത്തും ഡെപ്തും റേറ്റും കൂടുതലായിരിക്കും. എന്നാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ ഈസ് റെക്കറിങ് എപ്പിസോഡ്സ് ഓഫ് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ, റെഡ്യൂസ്ഡ് വെന്റിലേഷൻ. അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തുണ്ടാകണം ഏപ്നിയ ഉണ്ടാകുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത്. അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ കാരണം നമുക്ക് ഉറങ്ങുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത്. എന്താണ് ബിയോഡ്സ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്? ക്ലസ്റ്റർ ബ്രീത്തിങ്. നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ബ്രീത്തിങ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ബ്രീത്തിങ്ങിൻ്റെ പ്രത്യേകത ഒരേ അളവിലാണ്. അവിടെ ആഴം ഡെപ്ത് കൂടുകയും കുറയുകയും ഒന്നും ചെയ്യുന്നില്ല, ഒരേ അളവിൽ ബ്രീത്ത് ചെയ്യുന്നു. പക്ഷെ ഒരു കൂട്ടം ബ്രീത്ത് കഴിഞ്ഞ് ഒരു ഏപ്നിയ ഉണ്ടാകുന്നു, വീണ്ടും അതേപോലെ ഒരു കൂട്ടം ബ്രീത്ത് ഉണ്ടാകുന്നു, ക്ലസ്റ്റർ ബ്രീത്തിങ് ഉണ്ടാകുന്നു, വീണ്ടും ഏപ്നിയ ഉണ്ടാകുന്നു. ഇവിടെ ആ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് കൂടി 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 വന്ന് കുറഞ്ഞ് അങ്ങനത്തെ ഒരു പാറ്റേൺ അവിടെ ഇല്ല. അതുണ്ടാകുന്നത് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷനാണ്. ബിയോഡ്സ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ബ്രീത്തിങ് ബട്ട് ഇൻ ബിറ്റ്വീൻ ഏപ്നിയ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അത്യാവശ്യം കുറച്ച് ബ്രീത്തിങ് പാറ്റേൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമലി ഉള്ളതിനെയാണ് യൂപ്നിയ എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് മാത്രം കൂടിയാൽ ടാക്കിപ്നിയ എന്നും, റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞാൽ ബ്രാഡിപ്നിയ എന്നും, ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്ങിനെ ഏപ്നിയ എന്നും, ഇൻക്രീസ് ഡെപ്ത് ആൻഡ് റേറ്റ്, ഡെപ്തും റേറ്റും കൂടിയാൽ അതിൻ്റെ ഹൈപ്രിപ്നിയ എന്നും, ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു, ഗ്രാജുവൽ ഇൻക്രീസും ഡിക്രീസും പിന്നെ പീരീഡ് ഓഫ് ഏപ്നിയയും വരുന്നു. ബയോഡ്സ് റെസ്പിറേഷൻ ആണെങ്കിൽ അബ്നോർമൽ ബ്രീത്തിങ് പാറ്റേൺ വിത്ത് ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ബ്രീത്തിങ്, നോർമൽ ഈക്വൽ ഡെപ്തും ആയിട്ടുള്ള ബ്രീത്തിങ് തന്നെ വരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഏപ്നിയ ഉണ്ടാകുന്നു. കുസ്മോൾ ബ്രീത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പെഷ്യലി മെറ്റബോളിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസ്, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന ബ്രീത്തിങ് പാറ്റേൺ ടാക്കിപ്നിയ വിത്ത് ഹൈപ്രിപ്നിയ, ഡീപ്പ് ലേബേർഡ് ബ്രീത്തിങ്, ടാക്കിപ്നിയയും ഹൈപ്രിപ്നിയയുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരുന്നത് യൂഷ്വലി കാണുന്നത് മെറ്റബോളിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസിനും അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള പേഷ്യൻസിനാണ് കുസ്മോൾ ബ്രീത്തിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് എപ്ന്യൂസ്റ്റിക് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ഇൻസ്പിറേറ്ററി ഫേസ് പ്രൊലോങ്ഡ് ഫേസ് വിത്ത് പ്രൊലോങ്ഡ് എക്സ്പിറേറ്ററി ഫേസ്. പെട്ടെന്ന് അവിടെ ബ്രീത്ത് ചെയ്യുകയല്ല, പകരം ഇൻസ്പിറേറ്ററി ഫേസ് പ്രൊലോങ്ഡായി, പിന്നെ എക്സ്പിറേറ്ററി ഫേസും അവിടെ പ്രൊലോങ്ഡ് ലെങ്തി ആയിട്ടുള്ള ഇൻസ്പിറേറ്ററിയും എക്സ്പിറേറ്ററിയും ഫേസ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ. ഇത്രയും അല്ല, ഇനി ഒരുപാട് പല തരത്തിലുള്ള ബ്രീത്തിങ് പാറ്റേൺസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പുതിയ ഡിസീസ് കണ്ടീഷൻസ് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻ ആണ് പറയുന്നതെങ്കിലും ഒരുപാട് പോയിന്റ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ടത്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ പേഷ്യൻറ്റ് അഡ്മിറ്റഡ് വിത്ത് ക്രോൺസ് ഡിസീസ് വിത്ത് ദ പ്രസൻറ്റിംഗ് കംപ്ലൈൻസ് ഓഫ് ഫീവർ. ക്രോൺസ് ഡിസീസ് എന്താണ്? ഇറ്റ്സ് ആൻ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ബവൽ. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഒരു ബവൽ ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ക്രോൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ ഫീവർ ഉണ്ടാകുന്നു, ഡയേറിയ ഉണ്ടാകുന്നു, ക്രാമ്പിംഗ് ഉണ്ടാകുന്നു, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നു, വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. ഈ പേഷ്യൻറ്റിന് ക്രോൺസ് ഡിസീസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ബ്ലഡിൽ എന്ത് അബ്നോർമാലിറ്റിയാണ് കാണുക? ഹൈപ്പർ ആൽബുമിനീമിയാണോ, ത്രോംബോസൈറ്റോപീനിയാണോ, ഹൈപ്പോകലീമിയാണോ, ഹൈപ്പർ കാൽസീമിയാണോ? ക്രോൺസ് ഡിസീസാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഹൈപ്പോകലീമിയാണ്. പൊട്ടാസ്യം ലോസ് ആണ് ഉണ്ടാകുക. അവിടെ ആൽബുമിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഹൈപ്പോ ആൽബുമിനീമിയാണ് ഉണ്ടാകുന്നത്. ത്രോംബോസൈറ്റോപീനിയ അവിടെ ഉണ്ടാകാറില്ല. ഹൈപ്പോകലീമിയ ഉണ്ടാകും. ഹൈപ്പോ കാൽസീമിയാണ് ഉണ്ടാകുന്നത്. ഹൈപ്പോ കാൽസീമിയാണ്. അത് ഉണ്ടാകാതിരിക്കാം. ചില പേഷ്യൻസിലൂടെ കാൽസ്യത്തിന് വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകാറും ഇല്ല. ഇവിടെ നോക്കാം, കറക്റ്റ് ഓപ്ഷൻ സി ഹൈപ്പോകലീമിയാണ്. ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ലബോറട്ടറി ഫൈൻഡിങ് ഓവിങ് ടു ഡയേറിയ. ക്രോൺസ് ഡിസീസ് ഉള്ളതുകൊണ്ട് ഡയേറിയ ഉണ്ടാകും, പൊട്ടാസ്യം ലോസ് ഉണ്ടാകും, ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടാകും, ഹൈപ്പോകലീമിയ ഉണ്ടാകും. എന്നാൽ ഹൈപ്പർ ആൽബുമിനീമിയ ഉണ്ടാകാറുണ്ടോ? ഇല്ല. പകരം ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് ഹൈപ്പോ ആൽബുമിനീമിയാണ് ഉണ്ടാകുന്നത്.
ഇവിടെ അനീമിയയും ചിലപ്പോൾ ഉണ്ടാകാം. ചില പേഷ്യൻസിൽ ക്രോൺസ് ഡിസീസ് ഉണ്ടെങ്കിൽ പ്രോപ്പർ അബ്സോർഷൻ ഒന്നും നടക്കാതെ അനീമിയ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും ത്രോംബോസൈറ്റോപീനിയ അധികം കാണാറില്ല. ഇതുപോലെ തന്നെ കാൽസ്യം ലെവലിനെയും ഇതൊരിക്കലും എഫക്റ്റ് ചെയ്യാറില്ല. ഇവിടെ നോക്കൂ, ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് 1-2 ഫീച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്യണം. അവിടെ ഇത് നോർമൽ ഇൻഡസ്റ്റൈൻ ആണ്. എന്നാൽ ക്രോൺസ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് അവിടെ കോബിൾ സ്റ്റോൺ ലൈക്ക് ഇൻഡസ്റ്റൈനൽ സർഫസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. റീസെൻ്റ് ആയിട്ട് നടന്ന DHSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്രോൺസ് ഡിസീസ്. കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഏത് ഡിസീസിലാണ് കാണപ്പെടുന്നത്? ദാറ്റ് ഈസ് എൻ ക്രോൺ ഡിസീസ്. തിക്കണ്ട് ഇൻഡസ്റ്റൈനൽ വോളും അതിനുള്ളിൽ ഫിഷറുകളും അവിടെ ഫാറ്റ് ഒരുപാട് അടിഞ്ഞുകൂടുന്നതായിട്ടും അതിനുള്ളിൽ നമ്മുടെ ഇൻഡസ്റ്റൈനുള്ളിൽ കോബിൾ സ്റ്റോൺ പോലെയുള്ള അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രോൺസ് ഡിസീസാണ്. ഇനി ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഫാറ്റ് റാപ്പിംഗ് ഇല്ല. എന്നാൽ ക്രോൺസ് ഡിസീസിൽ ഫാറ്റ് നമ്മുടെ ഇൻഡസ്റ്റൈന് ചുറ്റുമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി റാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ അൾസറേഷൻ ഓഫ് മ്യൂക്കസ് ഉണ്ട്. എന്നാൽ ക്രോൺസ് ഡിസീസിൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഇൻഡസ്റ്റൈനൽ വാളിൽ ഫിഷറുകൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഇതിനുള്ളിൽ ഹൈപ്പർട്രോഫി ഉണ്ടാവുകയും മസിലിലൂടെ തിക്കനിങ് ഉണ്ടാവുകയും ഇവിടെ തിന്നിങ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ തിക്കനിങ് സംഭവിക്കുകയും ഇതിനുള്ളിൽ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഉണ്ടാവുകയും ഒരു മുകള പോലുള്ള ബബിള് പോലെയുള്ള ഒരു അപ്പിയറൻസ് അവിടെ മുത്തുകൾ പോലുള്ള അപ്പിയറൻസ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം. എന്തൊക്കെയാണ് ക്രോൺസ് ഡിസീസിലുള്ള ഫീച്ചേഴ്സ്? ഫാറ്റ് റാപ്പിംഗ് ഉണ്ട്, ഫിഷേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, മസിൽ ഹൈപ്പർട്രോഫി കാരണം അവിടെ മസിൽ നമ്മുടെ ഇൻഡസ്റ്റൈനൽ വാൾ തിക്കൻഡാകുന്നു, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഉണ്ടാകുന്നു. എന്നാൽ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഇതൊന്നുമില്ല. പകരം അവിടെ എന്താ സംഭവിക്കുന്നത്? അൾസറേഷൻ ഓഫ് മ്യൂക്കസ, ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിലുള്ള മ്യൂക്കസ അൾസറേഷൻ സംഭവിക്കുന്നു. അവിടെ ഫാറ്റ് റാപ്പിംഗ് ഇല്ല, ഫിഷേഴ്സ് ഇല്ല, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഇല്ല. അവിടെ തിന്നിങ് ഓഫ് വാളാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ വാളായിരിക്കും അവിടെ ഉള്ളത്. അതും നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നമ്മുടെ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത്. ഇത്രയും ടോപ്പിക്സ് എങ്കിലും മിനിമം നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, അതുപോലെ നമ്മൾ വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു, പല ബ്രീത്തിങ് പാറ്റേൺസ്. ഇത്ര മാത്രമല്ല, ഒരുപാട് ബ്രീത്തിങ് പാറ്റേൺസ് ഉണ്ട്. അവ ഓരോന്നും എന്താണ്, ഏതൊക്കെ പേഷ്യൻസിൽ കാണപ്പെടുന്നു, ന്യൂമോതൊറാക്സ് എന്താണ്, അതിൻ്റെ പല ടൈപ്സ് എന്താണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, എന്തൊക്കെയാണ് നമ്മുടെ റോള്, സക്ഷൻ എന്താണ്, പ്രഷർ എന്താണ്, സക്ഷൻ കത്തീറ്റർ സൈസ് എന്താണ്, അവിടെ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് നമ്മളത് ഇവിടെ ചെയ്യേണ്ടത്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, അതെല്ലാം നോട്ട് ചെയ്യുക. നാസൽ ബ്ലീഡിങ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ലൊക്കേഷൻ മാനേജ്മെൻറ്റ് നോക്കുക. ഫേഷ്യൽ പാൽസി നോട്ട് ചെയ്യുക. അതുപോലെ ഷില്ലിംഗ് ടെസ്റ്റ് പറഞ്ഞു. അനീമിയ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അനീമിയ, പല തരത്തിലുള്ള അനീമിയ ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക. അത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈനുകൾ, അതിൽ എപ്പോഴും എക്സാമിനുണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. ചോസ്റ്റിക് സൈൻ, ട്രൗസിയർ സൈൻ, ബാബിൻസ്കി റിഫ്ലെക്സ്, കേണിംഗ് സൈന്, ബ്രെഡ്സ്കിൻസ്കി സൈന്, റോസിംഗ് സൈൻസ്, മെക് ബേണിംഗ് പോയിന്റ്, മുർഫീസ് സൈന്, കുളൻ സൈന്, ഗ്രേ ടർണർ സൈൻ. ഇത്ര മാത്രമല്ല, ഇനിയും സൈനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ പോർഷനുകൾ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ച് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്തവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം കണ്ടൻറ്റ് ഞാനിവിടെ തരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ത്രോംബോലൈറ്റിക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഡീപ്പ് വെയിൻ ത്രോംബോസിസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയം തീവ്രമായിട്ടുള്ളൊരു ശ്രമമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ജോലി നേടിയെടുക്കണം. നമുക്ക് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് എയിംസ് നോർസെറ്റ് ഉടനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് നിംഹാൻസ് എക്സാം. അത് കഴിഞ്ഞാൽ ജിപ്മർ എക്സാം. ഈ 3 എക്സാം ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന എക്സാംസാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഒരു പോയിന്റും ഒരു കണ്ടന്റും ഒരിക്കലും നഷ്ടമായി പോയില്ല. നിങ്ങൾക്കൊരു ജോലി നേടുന്നത് വരെ അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടുകയും ചെയ്യും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ അറിയിക്കാനുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ കീഴിൽ മെൻഷൻ ചെയ്യുക. ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ നഴ്സസിന് വേണ്ടിയിട്ട്, നഴ്സിംഗ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർ, അതായത് ഫ്രീ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഫ്രീ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും
പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനൊക്കെ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്ത് തന്നെയായാലും നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.